എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അന്ന് മുതൽ തന്നെ അതിജീവതയ്ക്കൊപ്പം നിന്ന് എല്ലാവർക്കുമെതിരെ പ്രതികരിച്ച് ദിലീപിനെ വെറുതെ വിട്ട കേസിലാണെങ്കിലും സകലതിലും പ്രതികരിച്ച് രംഗത്ത് നിന്നൊരു ആളാണ് ഭാഗ്യലക്ഷ്മി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ശക്തമായി മോഹൻലാലിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം മോഹൻലാൽ കാണിച്ചത് മോശം തന്നെയാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. മോഹൻലാലിനെ പോലെ ഒരാൾ അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന്. കാരണം വിധി വന്ന ദിവസം തന്നെ മോഹൻലാൽ നമ്മുടെ ദിലീപിൻ്റെ ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു പോസ്റ്റർ പങ്കുവയ്ക്കുകയും കുറച്ച് വാചകങ്ങൾ കുറിക്കുകയും ചെയ്തു. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പം ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നിരിക്കുന്നത്. അതും ഒരു മീഡിയയിലൂടെയാണ് പ്രതികരിച്ച് പറയുന്നത്. മോഹൻലാൽ ഒരിക്കലും അങ്ങനെ ചെയ്യും, അങ്ങനെ ആ നിമിഷം തന്നെ ആ ഒരു പോസ്റ്റർ പങ്കുവെച്ച് ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുമെന്ന് വിചാരിച്ചില്ല എന്ന രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് കുറേ ആൾക്കാർ തന്നെ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്. വിധി വന്നതിന് ശേഷം ഈ തള്ളയ്ക്ക് എന്താ പ്രാന്തായതാണോ എന്ന് ചോദിച്ചിട്ടുകൊണ്ടാണ് കമൻറ്റ് സെക്ഷനിൽ മുഴുവൻ കമൻറ്റുകളും കാര്യങ്ങളും വരുന്നത്. കാരണം ഇവരെന്തിനോ വേണ്ടി ഇങ്ങനെ എല്ലാവർക്കുമെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവർക്ക് അതിജീവതയോടുള്ള ആ സ്നേഹം കാരണമായിരിക്കാം അവരെല്ലാവർക്കുമെതിരെ പ്രതികരിച്ച് രംഗത്ത് വരുന്നത്. ദിലീപ് കുറ്റവാളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായൊരു കാര്യമാണ്. പക്ഷേ മോഹൻലാൽ എന്നിട്ട് അരിയാഹാരമുണ്ടെന്ന് എല്ലാ ആൾക്കാർക്കും മനസ്സിലായൊരു കാര്യമാണ്. കാശെറിഞ്ഞ് പുറത്ത് വന്നാണ്. എന്നിട്ട് പോലും മോഹൻലാൽ അതിനെതിരെ പ്രതികരിക്കാതിരുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പ്രതികരിക്കാതിരിക്കുന്നതിനെ മാത്രമല്ല ആ പോസ്റ്റ് ഇട്ടതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഏതെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയും. ഇവരിങ്ങനെ പ്രതികരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതോ നാലാൾക്കാരെ കാണിക്കാനുള്ള പ്രതികരണമാണോ? അല്ലെങ്കിൽ അതിജീവതയോടുള്ള സ്നേഹം കൊണ്ടാണോ? എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടൂ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നടിയെ ആക്രമിച്ച കേസിന്റെ വിധി ദിവസം ദിലീപ് സിനിമയുടെ പോസ്റ്റർ പങ്കുവച്ച് മോഹൻലാലിനെതിരെ ഭാഗ്യലക്ഷ്മിയുടെ വിമർശനം. മോഹൻലാൽ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. വിധി വന്നതോടെ ദിലീപ് തന്നെയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി. തെറ്റ് ചെയ്തതുകൊണ്ടാണ് വിധി വന്ന ദിവസം മറ്റൊരു നടിയുടെ പേര് പറഞ്ഞത്. അവൾ അടുത്ത ചുവടുവയ്പ്പിനുള്ള തയ്യാറെടുപ്പിലാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഒരു 50% ആളുകളെ എങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിധി വന്നതോടുകൂടിയാണ് കുറെ കൂടെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായത് ഇദ്ദേഹം തന്നെയാണ് അത് കൊട്ടേഷൻ കൊടുത്തത്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ? സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് പകരം മറ്റൊരു പെണ്ണിൻ്റെ പേരാണ് അവിടെ പറയുന്നത്. ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത് ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. ഈ ഒരു കേസ് ഉണ്ടായ നിമിഷം